പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിന് പ്രിയ തോമസങ്ങൾ വായിച്ചപ്പോൾ ഒരു തലക്കെട്ട് പറഞ്ഞു. അത് POC ബൈബിളിൽ തലക്കെട്ടുണ്ട്, ഹെഡിങ് ഉണ്ട്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ ചില ബൈബിളിൽ മാത്രമാണ് അതിന് തലക്കെട്ടുള്ളത്. ക്രിസ്തുവിൽ നവജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ആ തലക്കെട്ടിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു പുതിയ ജീവിതം കർത്താവ് നൽകിയിരിക്കുകയാണല്ലേ. കൃപയാൽ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ രക്തത്താൽ സൗജന്യമായി രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് നമ്മൾ. എന്നാൽ ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൽ ഒരു നവജീവിതത്തിന് മുൻപ്, പുതിയൊരു ജീവിതത്തിന് മുൻപ് ഒരു പഴയ ജീവിതം നമുക്കുണ്ടായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നിരുന്ന നമ്മെ, മൃതരായിരുന്ന നമ്മെ കർത്താവ് നമ്മെ ഉയർപ്പിച്ചു എന്നാണ് പറയുന്നത്. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ അവിടെ ഉണ്ട്. ഇവിടെ പറയുകയാണ്, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അടിമപ്പെട്ടവരായിരുന്നു നമ്മൾ. അപ്പോൾ അനുസരണമില്ലാത്തവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവേതാ? ദുഷ്ടന്റെ ആത്മാവാണ്, അല്ലെ? ലോകത്തിന്റെ ആത്മാവാണ്, സാത്താന്റെ ആത്മാവാണ്. അതിന് വിധേയപ്പെട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, രക്ഷിക്കപ്പെടാത്തവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് തന്നെയായിരുന്നു നമ്മുടെ ഉള്ളിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഏതാത്മാവ് ഇരിക്കുന്നത്? ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം കിട്ടിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. വായിക്കാതെ വ്യാഖ്യാനിക്കാതെ തന്നെ കാര്യം മനസ്സിലായല്ലോ. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് തൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടതും ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു വഴികൾ, ജഡത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു, ലോകജാതികൾ നടക്കുന്നത് പോലെ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ജഡസംബന്ധമായി ജഡതാൽപര്യങ്ങളിൽ മുഴുകിയിരുന്ന, തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ ജീവിച്ചിരുന്ന നമ്മെ ഒരു പുതിയ പ്രത്യാശയ്ക്കായി കർത്താവ് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിച്ച് കൃപയാൽ നമ്മെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങളെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ ഒരു പഴയ ജീവിതം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പുതിയ ജീവിതം നമുക്ക് ലഭിച്ചത് ക്രിസ്തുവിലൂടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ ജീവിച്ചിരുന്നത് ഈ ലോകത്തിൻ്റെ കാലഗതികൾ അനുസരിച്ചും നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കി. എന്നാൽ അതിൽ നിന്നും ഒരു പുതിയ ചിന്താഗതിക്ക്, ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതത്തിനൊരു തുടക്കം കുറിക്കുവാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് സാധിക്കുന്നു എന്നുള്ളത് പ്രാരംഭമായി തന്നെ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ POC ബൈബിളിലും ഇംഗ്ലീഷിലും വായിക്കുമ്പോൾ അതിന് മറ്റൊരു ഫീലാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഉൾക്കാഴ്ച നമുക്ക് കിട്ടും. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അല്ലേ, വളരെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ദൈവത്തിൻ്റെ കാരുണ്യം ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മറ്റൊരു വശമുണ്ട്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, വളരെ ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്താണ്? ആകയാൽ സഹോദരന്മാരെ,
എന്തുകൊണ്ട്? അതുകൊണ്ട് സഹോദരന്മാരെ, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ POC ബൈബിളിൽ വായിക്കുമ്പോഴാണ് ആകയാൽ അതുകൊണ്ട് സഹോദരന്മാരെ, ഏതുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുന്നുള്ള വചനങ്ങളെ നമ്മൾ വായിക്കണം. റോമാലേഖനം 1 തുടങ്ങി വായിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ട് സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സലവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്താണ് പറയുന്നത് അദ്ദേഹം? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് ഓർപ്പിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വളരെ വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ ആദ്യം ചെയ്യണം, സമർപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാ അവിടെ പറയുകയാണ്? അത് POC ബൈബിളിൽ വായിച്ചാലാണ് വ്യക്തത. അതുകൊണ്ട് പറയുകയാണ്, എന്തുകൊണ്ട് നമ്മൾ സമർപ്പിക്കണം? ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്തോ ഒന്ന് മനസ്സിലാക്കാനും എന്തോ ഒന്നിലേക്ക് നമ്മൾ എത്തിക്കുവാനും വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരുടെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കണം. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ അപ്പോൾ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? 3 വർഷം പോയി ബൈബിൾ കോളേജിൽ പഠിക്കുക. അതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, നമ്മളെ ദൈവത്തിന് വേണ്ടി ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സന്ദേശത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനുള്ള സമയത്ത് പോയിട്ടാ വചനമൊക്കെ വായിക്കാനൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ? ദൈവം കരുണാമയനായ ദൈവമായതുകൊണ്ട് നമ്മൾ എപ്പം മുട്ടുകുത്തിയാലും ദൈവം അത് കേൾക്കും എന്നുള്ളത് അറിയാം. പക്ഷേ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. കർത്താവേ, ഞായറാഴ്ചത്തെ സന്ദേശത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുക, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ആ വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു എനർജി ഫീൽ ചെയ്തു. കാരണം എന്താണെന്നറിയാമോ? നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോകണമെങ്കിൽ അദ്ദേഹത്തെ മാനിച്ച് അദ്ദേഹത്തെ 4 ദിവസം കൂട്ടി ബുക്ക് ചെയ്ത് റിക്വസ്റ്റ് എടുത്ത്, അല്ലെ, ഒരു വക്കീലിനെയോ ഒരു ഡോക്ടറെയോ അല്ലെ ആരെങ്കിലും ഒന്ന് കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണമല്ലേ. അപ്പോൾ അതിലും എത്രയോ ശ്രേഷ്ഠനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഭരിച്ചപ്പോൾ, ദൈവമേ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരണം. എന്തിനാ? ഞായറാഴ്ചത്തെ സന്ദേശത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ അടുക്കൽ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ആ അപ്പോയിന്റ്മെന്റ് ടൈമിൽ എനിക്ക് ചില കാര്യങ്ങൾ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന ന്യായമാണോ? തീർച്ചയായിട്ടും നമുക്ക് തോന്നിയതുപോലെ നടന്നുകൊണ്ട് തോന്നിയ സമയത്ത് മുട്ടുമടക്കി എൻ്റെ കാര്യം ഇപ്പോൾ സാധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഒരർത്ഥത്തിൽ നമ്മുടെ അറിവില്ലായ്മയെ ദൈവം ക്ഷമിക്കുന്നു. എപ്പോൾ മുട്ടുകുത്തിയാലും ഏത് സമയത്തായാലും എവിടെയായിരുന്നാലും ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കും. ഒരപ്പന്റെ ഹൃദയമുള്ള ദൈവം അത് കേൾക്കും, അല്ലെ? ദൈവം മറഞ്ഞിരിക്കുന്നില്ല. പക്ഷേ ഒരു അപ്പന്റെ ഹൃദയം മനസ്സിലാക്കുന്ന മകനുണ്ടല്ലോ. ഒരു മകന്റെ ഹൃദയമുള്ള യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ആരെ നമ്മൾ അയക്കേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടിയനിത കർത്താവേ ഞാൻ പോകാം എന്ന് പറയുന്നത് പോലെ മക്കളുടേതായ ഒരു പ്രതികരണവും ഒരു ബഹുമാനവും ദൈവത്തോട് കാണിക്കുന്നത് നല്ലതാ. ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ദൈവമേ, ഏതാനും മണിക്കൂർ 2-3 മണിക്കൂർ സമയം ദൈവത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് വേണം. ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോവുകയാണ്. എനിക്ക് വളരെ ഒരു എനർജി തോന്നി ദൈവസന്നിധിയിൽ അങ്ങനെ ചോദിച്ചപ്പോൾ. അങ്ങനെ ദൈവം എൻ്റെ കൂടെ ഇരുന്നു, എനിക്ക് ചില കാര്യങ്ങളെ വ്യക്തമാക്കി തന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഈ സന്ദേശമെന്ന് പറയാനിരിക്കുന്നത്. അപ്പോൾ നമ്മെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ എന്നെ തന്നെ സമർപ്പിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്തപ്പോൾ ദൈവം എനിക്ക് ഈ സത്യങ്ങളെ വെളിപ്പെടുത്തി തരുവാനിടയായിത്തീർന്നു. ഇന്ന് വരെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളിലൂടെ ദൈവം എന്നെ നടത്തുവാനിടയായിത്തീർന്നു. എല്ലാം പറയുവാൻ സമയമില്ല എങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ സഭായോഗത്തിന്റെ സമയത്തിന്റെ പരിധി അനുസരിച്ച് ദൈവത്തിന്റെ പ്രേരണ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോ നമ്മളെ തന്നെ ദൈവത്തിന് ശുദ്ധിയായിട്ടുള്ളൊരു യാഗം കഴിക്കുവാൻ ദൈവം ഇവിടെ ആവശ്യപ്പെടുകയാണ്. നമുക്ക് 1 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു. അവൻ ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദേശം യഹോവയ്ക്കും അവന്റെ ജനത്തിനും കീഴടങ്ങിയും ഇരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാൻ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ശലോമോന് കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം ദാവീദ് പറയുകയാണ്, ഞാൻ വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഞാൻ സാമഗ്രികളൊക്കെ സംഭരിച്ചിരിക്കുകയാണ്. ദൈവം നിനക്ക് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം നീയും അത് ചെയ്യണം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ചെയ്യണം, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയവും എന്തൊരുക്കാനാ പറഞ്ഞിരിക്കുന്നത് അവിടെ?
മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പേ. ഹൃദയവും മനസ്സും നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ എല്ലായിടത്തും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഈ ആലയം പണിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം, നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമായിരിക്കണമെന്ന് ദാവീദ് ശലോമോനോടും അത് പണിയാനിരിക്കുന്ന ആ സഹ പണിക്കാരോടും ദാവീദ് പറയുക. ദാവീദ് ഒത്തിരിയേറെ കാര്യങ്ങൾ ആ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇതെല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങളുടെ ഹൃദയം ഏറ്റവും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവ്വം ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുക. അത് തന്നെയാണ് പൗലോസ് മുഴുവൻ പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പണിയുവാൻ, അല്ലെങ്കിൽ ആ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തെ, ഹൃദയത്തെ ദൈവത്തിന് നല്ല ഉത്തമമായ ഒരു യാഗമായി സമർപ്പിക്കണം. ആ ഒരു ശ്രദ്ധ ദൈവസന്നിധിയിൽ വേണം. എങ്കിൽ മാത്രമാണ് ഇവിടെ വായിച്ചതുപോലെ അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെന്ന് മനസ്സിലാക്കുവാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പൊ മനസ്സിലായോ? കാര്യം മനസ്സിലായോ? നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്ത വിധം നമുക്ക് ചിന്തിക്കുവാൻ, മനസ്സിലായോ? ദൈവം എന്ത് ചിന്തിക്കുന്നു, ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, അത് തന്നെ ചിന്തിക്കുവാനും അത് തന്നെ ആഗ്രഹിക്കുവാനും നമുക്ക് കഴിയും. ആ ഒരു റേഞ്ചിലേക്ക് വരണമെന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത് എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് പറയുക. ഈ ലോകത്തിന് അനുരൂപരായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയുകയില്ല. ജഡത്തിന്റെ ചിന്ത ദൈവത്തിന് വിരോധമാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ അനുരൂപതയ്ക്ക് ചേർന്ന് ജീവിക്കാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമുക്കൊരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 3-4 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. വളരെ ശ്രദ്ധിക്കണം. ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീമിലെ പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. ഞാൻ നിങ്ങളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജാതികളുടെ നടപ്പും നിങ്ങൾ നടക്കരുത്. പിന്നെ എങ്ങനെ നടക്കണം? എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച്, എന്റെ വിധികളെ പ്രമാണിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം നിങ്ങൾ നടക്കണം എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈജിപ്തിലൊരു നടപ്പുണ്ടായിരുന്നു. ദൈവം കൊണ്ടു ചെല്ലുന്ന കാനാദേശത്ത് ജാതികളും ഒരു നടപ്പ് നടന്നിരുന്നു. ഇത് രണ്ടുമല്ല ചെയ്യാനുള്ളത്. മറിച്ച് ഈ ലോകത്തിന് അനുരൂപപ്പെടാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് ദൈവം പറഞ്ഞത് കേൾക്കുന്ന വ്യവസ്ഥയിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലേവ്യ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ഉപദേശം പോലെ തന്നെ ഇവിടെയും പറയുകയാണ്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. നിങ്ങളുടെ നടപ്പ് ഈ ലോകത്തിലുള്ള കാണുന്നത് പോലെയുള്ള, സഭക്കാർ ചെയ്യുന്നത് പോലെയുള്ള നടപ്പ് നിങ്ങൾ നടക്കണ്ട. അവർ അത് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മളായിരിക്കുന്ന മേഖലയിലെല്ലാം ശുശ്രൂഷിക്കാൻ ദൈവം ശക്തി നൽകും. ആ ശുശ്രൂഷയിൽ ഒരു പുതുമ ദൈവം നൽകിക്കൊണ്ടിരിക്കും. യോശുവയുടെ ദൈവം പറയുന്നില്ലേ, നിങ്ങൾ ഈ വഴി പോയിട്ടില്ലല്ലോ, നിങ്ങളൊരു പുതിയ വഴിക്ക് നടക്കാൻ പോവുക എന്നാണ് പറഞ്ഞത്. നമുക്കും ദൈവം സ്വതസിദ്ധമായിട്ടുള്ളൊരു വഴി ദൈവം വെട്ടിത്തരും. നമ്മൾ അതിലൂടെ നടന്നാൽ മതി. നമ്മൾ ആരെയും അനുകരിക്കണ്ട. അനുകരിക്കണമെങ്കിൽ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിക്കുവേൻ, ഞാൻ ക്രിസ്തുവിനെയാണല്ലോ അനുകരിക്കുന്നത്, മറ്റാരെയും അനുകരിക്കാൻ പറയുന്നില്ല. അല്ലേ? ഉത്തമ മാതൃകയായി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ അനുകരിക്കുക. കാരണം ഞാൻ ആരാ? ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ്. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തെ അനുകരിക്കുന്നതായി തീരുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സത്യവേദപുസ്തകത്തിൽ വായിക്കാം. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിൽ ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവം വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ശുശ്രൂഷിക്കണം. ആ ശുശ്രൂഷിക്കുമ്പോൾ ഈ പ്രസംഗം മാത്രമല്ല ശുശ്രൂഷ. ഇവിടെ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ചില പദങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിന്റെ അളവ് പലർക്കും പല രീതിയിലാണുള്ളത്. ദൈവം നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ, അപ്പോൾ തന്നെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള
കൃപയല്ല നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് നമ്മുടെ സമർപ്പണം അനുസരിച്ചും ദൈവത്തോട് നമ്മൾ പ്രതികരിക്കുന്നതനുസരിച്ചും ദൈവം നൽകുന്നതാണ് അതിൻ്റെ ആഴവും പരപ്പും. മനസ്സിലായോ? അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടപ്പോൾ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ പറയുകയാണ്, ശുശ്രൂഷയിൽ, ഉപദേശത്തിൽ, പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നതിൽ, ഭരണം നടത്തുന്നതിൽ, സ്നേഹിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിൽ, ഉത്സാഹിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നതിൽ, അതിഥി സൽക്കാരത്തിൽ, സഹായം ചെയ്യുന്നതിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ, പലവിധ കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെയും കൃപയുടെയും അളവ് അനുസരിച്ചും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണവും നമ്മൾ ഇടപെടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അല്ലെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ, ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട്, അല്ലെ, ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഈ മൂന്നിലും ഞാൻ നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ദാനം ചെയ്യുക, ഭരണം നടത്തുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഇതെല്ലാം എനിക്കും ബാധകമാണ്. ഈ പറയുന്നത് എല്ലാത്തിലും വ്യത്യസ്തമായ അളവനുസരിച്ചാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുവനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് മാറ്റി നിർത്തണ്ട. അവന് ദൈവം മറ്റുള്ള ചില കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നു പ്രാർത്ഥിക്കുക എന്നുള്ളതും കൃപാവരമാണ്. അവന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. ചിലർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് സഭയെ സഹായിക്കാനായിരിക്കും, സഭയുടെ ആവശ്യങ്ങളെ സഹായിക്കാനായിരിക്കും. ഇവിടെ പറഞ്ഞു കേട്ടോ, ദാനം ചെയ്യുക, ഭരണം നടത്തുക, അതിഥി സൽക്കാരം ചെയ്യുക, ആവശ്യങ്ങളെ കൂട്ടായ്മ കാണിക്കുക. ഇങ്ങനെ ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിൽ തന്ന വിശ്വാസം അനുസരിച്ച്, കൃപയനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പൗലോസ് പിന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ കാതല്ലാത്തത് കൊണ്ട് നീ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കണ്ണു പറഞ്ഞാലോ, നീ കാഴ്ചയല്ല അതുകൊണ്ട് നിനക്ക് കേൾവി സാധ്യമല്ല എന്ന് കണ്ണു പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ ഈ അവയവത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് ദൈവം പറഞ്ഞത്. കാരണം കണ്ണുണ്ടെങ്കിലേ കാണാൻ കഴിയുകയുള്ളൂ, ചെവിയുണ്ടെങ്കിലേ കേൾക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ചെവി പറയുകയാണ്, എന്നെ പോലെ നീ കേൾക്കണമെന്ന് കണ്ണിനോട് പറഞ്ഞാൽ കണ്ണിന് അത് ചെയ്യാൻ പറ്റുമോ? ദൈവം ഈ കണ്ണിന് കൊടുത്തിരിക്കുന്ന കൃപയും വിശ്വാസവും കാഴ്ച കൊടുക്കുക എന്നുള്ളതാണ്. ചെവിക്ക് കൊടുത്തിരിക്കുന്നത് കാണുവാനല്ല, കേട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. നാവ് കൊണ്ട് സംസാരിക്കുകയാ. അപ്പോൾ നാവിനും കണ്ണിനും ചെവിക്കും, അല്ലെ, ഇങ്ങനെ വ്യത്യസ്തമായ ശുശ്രൂഷകളുള്ളതുപോലെ ദൈവമാണത് ക്രമീകരിച്ചത്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, നാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ വാക്യം വായിക്കാം, 5-ാം വാക്യം. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. കണ്ടല്ലേ, ഒരു സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി ഒരു സഭ ഒരു ശരീരമാണെങ്കിൽ ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാക്കി ദൈവം വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ അവയവത്തെ കുറ്റം പറയണ്ട. കാലുണ്ടെങ്കിലേ നടക്കാൻ കഴിയുകയുള്ളൂ, കൈയുണ്ടെങ്കിലേ എടുക്കാൻ കഴിയുകയുള്ളൂ, അല്ലെ. ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രവൃത്തിയുണ്ട്. പക്ഷെ നമ്മൾ പറയുകയാണ്, കൈയോട് പറയുകയാണ്, നിന്റെ കൈയുടെ സേവനം മാത്രം പോരാ, കണ്ണിന്റെ സേവനം കൂടി കൈ ചെയ്യണമെന്ന് വാശി പിടിച്ചാലോ അവിടെ ക്രമക്കേടുകൾ നടക്കും. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഓരോ അഭിപ്രായ പ്രകാരം നിങ്ങൾ നടക്കണമെന്നാ പറയുന്നത്. അപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ചിലത് ബലഹീനമായ അവയവങ്ങളാണ്, ചിലത് ശക്തി കൂടിയ അവയവങ്ങളാണ്. സഭയിൽ ബലഹീനരുമുണ്ട്, ശക്തരുമുണ്ട്. ദൈവം എന്തിനാ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്? ഒരു ശരീരത്തിന്റെ ഒത്തിണക്കത്തോടുകൂടെ അത് പോകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായല്ലോ? കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നമുക്ക് ചിന്തിക്കാനുള്ളതും ഈ വചനഭാഗത്തു നിന്ന് തന്നെയാണ്. നമ്മൾ 3 ഭാഗം ചിന്തിച്ചു. ഒന്ന്, നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ മിസ്രയീമിൽ നടപ്പമല്ല, കാനാനിൽ നടപ്പമല്ല, ദൈവം നമുക്ക് പറയുന്നത് പ്രകാരമുള്ളൊരു നടപ്പ് നമ്മൾ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ തന്നെ ഒരു ശരീരം ഒത്തിണങ്ങി ആ ശരീരത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് പോലെ ദൈവസഭ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശരീരം, അതിൽ അവയവങ്ങൾക്ക് വ്യത്യസ്തമായ നിലകളിൽ വിശ്വാസവും വ്യത്യസ്തമായ നിലകളിൽ കൃപയും കൃപാവരങ്ങളും കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതിനാരും ആരെയും പരാതിപ്പെടണ്ട. അവരങ്ങനെയാണെന്നോ ഇവരിങ്ങനെയാണെന്നോ അവർക്ക് അങ്ങനെ ആയിക്കൂടെ എന്നോ ഇതൊന്നും പരാതിപ്പെടണ്ട. അങ്ങനെ പരാതിപ്പെടുന്നവൻ ഒരർത്ഥത്തിൽ ദൈവത്തെയാണ് കുറ്റം പറയുന്നത്. നമ്മൾ പറയാറില്ലേ, ഓ എൻ്റെ മൂക്ക് ഇങ്ങനെ ആയിപ്പോയി, ഒന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വേറെ രീതിയിലാക്കാം എന്ന് പറഞ്ഞാൽ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ മൂക്ക് ദൈവത്തെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയുള്ളൂ, ഞാൻ കുറച്ചുകൂടി നല്ല മൂക്ക് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? താഴ്ത്തി പറയുകയാണ്. ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ദൈവത്തിന് അറിയാം, ഇനി എനിക്ക് വലിയ സൗന്ദര്യവും വലിയ കാര്യങ്ങളൊക്കെ തന്നിരുന്നെങ്കിൽ ഈ സുവിശേഷം പറയാനല്ലേ, വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോയേനെ, അല്ലേ? അപ്പൊ ദൈവത്തിന് എന്നെ പ്രയോജനപ്പെടുത്തി കിട്ടണമെങ്കിൽ ഈ രൂപത്തിലാക്കി എടുക്കണം.
അതുകൊണ്ടാണ് ഓരോരുത്തർക്കും തക്കതായ രൂപം. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരേപോലെ ഇരിക്കുന്ന ആരുമില്ല, വ്യത്യസ്തമായ മുഖമാണുള്ളത് അല്ലേ, വ്യത്യസ്തമായ ശബ്ദമാണുള്ളത്. ഇതെല്ലാം ദൈവം തൻ്റെ ഉപദേശങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഇത് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചാൽ അത്ഭുതവും അതിശയകരവുമായ ദൈവം നമ്മെ നടത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഈ POC ബൈബിളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വായിച്ചാലും അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാനും ചിന്തിക്കുവാനും അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. എന്തോ ചില കാരണങ്ങൾ കൊണ്ടാണല്ലേ. ഏതാനും കാരണങ്ങൾ ഓടിച്ചിട്ടൊന്ന് ചിന്തിക്കാം, വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഏതാനും വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ പറയുകയാണ്, സൗജന്യമായി നമ്മെ നീതീകരിക്കുകയും പാപക്ഷമ നൽകുകയും ചെയ്തു. ഓരോ എന്താ പറഞ്ഞത്? ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളോട് പറയുക. ആകയാൽ എന്ന് പറയുമ്പോൾ മേൽപ്പറഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാൽ ആണ് പൗലോസ് ഇത് പറയുന്നത്. ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയുകയാണ്. ഇവിടെ പറയുകയാണ്, സൗജന്യമായി നീതീകരിക്കുകയും പാപമോചനവും നൽകിയത് കൊണ്ട് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദൈവവുമായി സമാധാനത്തിൽ നമ്മെ ക്രിസ്തു മുഖാന്തരമാക്കിയത് കൊണ്ട്. 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നൽകിയത് കൊണ്ട്. 8-ന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് കൊണ്ട്. 8-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അഭാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടും കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ദൈവാത്മാവിനാൽ നമ്മെ നടത്തുന്നത് കൊണ്ട്, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം നൽകിയത് കൊണ്ട്, കർത്താവിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാക്കിയത് കൊണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് ഈ വക കാരണങ്ങൾ കൊണ്ട് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിലെന്ത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കോപപാത്രങ്ങളായ നമ്മെ മാനപാത്രങ്ങളാക്കി തീർത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലേ. വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഒരു വെത്തുമ്പടിയും കിട്ടുകയില്ല. പക്ഷെ അതിന്റെ പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതി മാറ്റി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട്, എന്തുകൊണ്ട്? സൗജന്യമായി നീതീകരണവും പാപക്ഷമയും നൽകിയത് കൊണ്ട്, മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നൽകിയത് കൊണ്ട്, ശിക്ഷാവധിയിൽ നിന്നും രക്ഷിച്ച് നമുക്ക് നിത്യാവകാശം നൽകിയത് കൊണ്ട്, ദൈവാത്മാവിനാൽ നമ്മെ നടത്തുന്നത് കൊണ്ട്, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ ദൈവം ഭാഗ്യം നൽകിയത് കൊണ്ട് തന്നെയുമല്ല, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാക്കി തീർത്തത് കൊണ്ട് തന്നെയുമല്ല, കോപപാത്രങ്ങളായി നരകത്തിലേക്ക് തള്ളേണ്ടിയിരുന്ന നമ്മെ വിളിച്ച് കരുണാപാത്രങ്ങളാക്കി തീർത്തത് കൊണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതുകൂടാതെ മറ്റനേകം കാരണങ്ങൾ കൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന്റെ പൂർണ്ണമായ ഇഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അതിലൂടെ ദൈവത്തിന്റെ സഭയ്ക്ക് ആ സഭയെ പണിതെടുക്കുവാൻ സാധിക്കും. ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെയും കൃപയുടെയും അളവനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം
ഒരേ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് പറയുക. കാര്യങ്ങൾ മനസ്സിലായോ? അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണം. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെക്കാളും അതിതീഷ്ണതയുള്ള ഒരു സഹോദരൻ താൻ വിശ്വസിച്ചിരുന്ന ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ ആത്മഹത്യ ചെയ്ത് തന്നെത്താൻ കൊടുത്തുവെന്ന് പത്രത്തിൽ വായിക്കാനിടയായിത്തീർന്നു. നമ്മളെക്കാളും വിശ്വാസികളാണ്. പൗലോസ് പറയുന്ന പോലെ എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച്, എൻ്റെ ജനത്തെക്കുറിച്ച് എനിക്ക് വളരെ വിഷമവും സങ്കടവുമുണ്ട്. അവരെ രക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവർ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ നോക്കുന്നത് കൊണ്ട് ദൈവനീതിക്ക് അവർ കീഴ്പ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് സ്ഥാപിക്കുവാൻ നോക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി അവർക്ക് കാണാൻ കഴിയുന്നില്ല. മനസ്സിലായോ? ഇത് തന്നെയാണ് ഇസ്രായേലിനും പറ്റിയത്. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ തൻ്റെതായ ഇഷ്ടങ്ങളിൽ മുന്നോട്ട് പോയപ്പോൾ അത് നാശത്തിലേക്ക് പോയി, അല്ലെങ്കിൽ വ്യർത്ഥമായ ഒരു കാര്യത്തിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായും വ്യക്തമായും ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ആ പാട്ടുപാടി നമ്മൾ ആരാധിച്ചപ്പോൾ ആ ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, അല്ലേ? ആ ഒരു ഹൈ കോളിംഗ്. നമ്മളിവിടെയുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിലേക്കല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാകാൻ ദൈവം വിളിച്ചിരിക്കുക. ഒരു ഉന്നതമായ ഒരു കോളിംഗ്. അത് മനസ്സിലാക്കുവാനും അതിൻ്റെ പ്രത്യാശയിൽ നടക്കുവാനും അതിൻ്റെ പണികളെ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് 100% ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ ദൈവം നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലായോ? അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ മറ്റൊരു കാരണങ്ങൾ കൊണ്ടല്ല ഈ കാര്യം പറയുന്നത്. എനിക്ക് 2 നില വീട് കിട്ടിയത് കൊണ്ട് സഹോദരന്മാരെ, എനിക്കൊരു കാറ് കിട്ടിയത് കൊണ്ട് സഹോദരന്മാരെ, എനിക്ക് 2 സ്കൂട്ടർ ഉള്ളത് കൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ ദൈവത്തിന് തന്നെ കൊടുക്കാനല്ല പറയുന്നത്. അല്ലെങ്കിൽ എന്നെ വിദേശത്ത് അയക്കാൻ പോകുന്നത് കൊണ്ട് സഹോദരന്മാരെ, ഞാൻ വിദേശത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു വന്നതുകൊണ്ട് സഹോദരന്മാരെ, ഇതെല്ലാം ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. കാരണം ദൈവം തന്നെയാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത് സെക്കൻഡറി ആണ്, പ്രൈമറി അല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ നല്ല തേങ്ങ വെട്ടി വെയിലത്ത് വെച്ച് ഉണക്കി അത് മില്ലിൽ കൊണ്ടുപോയി ആട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് നല്ല പിണ്ണാക്ക് കിട്ടുമല്ലോ എന്നുള്ളതല്ല, എനിക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുമല്ലോ എന്നുള്ളതാണ് ഉദ്ദേശം. വെളിച്ചെണ്ണ നല്ലതാക്കാൻ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായ പിണ്ണാക്ക് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്നെല്ലാവരും പിണ്ണാക്ക് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്, വെളിച്ചെണ്ണ ലക്ഷ്യം വെച്ചല്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന കാരണങ്ങൾ കൊണ്ട് സൗജന്യമായി നമ്മളെ നീതീകരിച്ച് ക്രിസ്തുവിന്റെ ശരീരമാക്കി തീർത്ത് ആ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്ന്, ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിട്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ സ്നാനം കഴിപ്പിച്ച് നമ്മളെ ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളിൽ നിന്ന് വിടിവിച്ച് ദൈവത്തിന്റെ ചിന്തയോളം ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ പക്വമാക്കി, ഇതൊക്കെ ദൈവം നമുക്ക് തന്നതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇനിയും ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണം. ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും ഉന്നതമായ ഒരു ആത്മീക നിലവാരം പുലർത്തി അങ്ങനെ ജീവിക്കുമെങ്കിൽ മാത്രമാണ് ആത്മീകമായും അപ്പോൾ തന്നെ ഈ ഭൗതിക നിലകളിലും ദൈവം നമ്മെ സന്ദർശിക്കുകയുള്ളൂ, അതിൻ്റെ നന്മ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ദാനിയേൽ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്നുള്ള തീരുമാനമെടുത്തു. ഏകദേശം 95 വയസ്സ് വരെ ഈ ബാബിലോണിൻ്റെ എല്ലാവിധത്തിലുമുള്ള ഉന്നതമായ നിലയിൽ നിന്നോട് രാജ്യത്തെ ഭരിക്കാൻ പോലും ഇദ്ദേഹത്തിന് അവസരം കിട്ടി. അപ്പോൾ തന്നെ ഉന്നതമായ ആത്മാവുള്ള മനുഷ്യൻ വെളിപ്പാടുകളും കണ്ടു. മനസ്സിലായോ? ഉന്നതമായ ആത്മീയതയുണ്ടെങ്കിൽ ഉന്നതമായ ജീവിത നിലവാരവും ദൈവം തരും. തന്നില്ല എങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു കൊള്ളുക. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നില്ലല്ലോ, ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് തന്നെ ലാഭമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് എൻ്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ദൈവത്തിൻ്റെ 100% ഒരു പദ്ധതിയും ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. പറയാൻ എളുപ്പമാണ്, അല്ലേ? ആരാധന കഴിഞ്ഞിട്ട് പോകണം, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് അതിനു വേണ്ടി ഓടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഓടണം. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, സ്വന്തം കുടുംബത്തെ നോക്കാത്തവൻ അവിശ്വാസിയേക്കാൾ ഹീനനാണ് എന്ന് ഈ വചനം തന്നെയാ പറയുന്നത്. പക്ഷേ ഏറ്റവും മുൻഗണന പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ, രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ, അതോടൊപ്പം നമുക്ക് ആവശ്യമായ നന്മകൾ ദൈവത്താൽ അത് പ്രൊവൈഡ് ചെയ്യുവാനിടയായിത്തീരും. ഞാൻ ദൈവത്തിൻ്റെ ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്വർഗീയ ഗവൺമെൻറ്റാണ്. എൻ്റെ ആവശ്യങ്ങളിൽ, അല്ലേ? ഇവിടെ ഗവൺമെൻറ് ജോലിയിലിരുന്ന അനേകം പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, അല്ലേ? നമ്മുടെ ബ്രദേഴ്സും പ്രിയ ജോസങ്ങളൊക്കെ ഗവൺമെൻറ് ജോലിയിലിരുന്നവരാ.
അവൻ അതിൻ്റെതായിട്ടുള്ള ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെ? എങ്കിൽ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്ന ആ സ്വർഗീയ ഗവൺമെന്റിന്റെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായ എനിക്കും നിങ്ങൾക്കും ദൈവം പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുകയില്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമുക്ക് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.